ഹലോ. അപ്പം നമുക്കിന്ന് അടിപൊളി ഒരു ഫ്രൈഡ് ചിക്കൻ കറി വെച്ചാലോ? ചിക്കൻ ഫ്രൈഡ് കറി, ഫ്രൈഡ് ചിക്കൻ കറി എന്താണോ പറയാം. അപ്പോൾ അതിന് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചില്ല അതും കൂടെ ചേർത്ത്, പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചൂടാക്കിയ വെളിച്ചെണ്ണയിലേക്ക് ഈ ചിക്കനെ ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഓക്കെ. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ മറ്റേ നമ്മുടെ കുക്കിംഗ് ഓയിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. ഓക്കെ. വെളിച്ചെണ്ണ വില കൂടുതലാണ്, എന്നാലും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാൻ വില കൂടുതലായതുകൊണ്ട് വെളിച്ചെണ്ണ വാങ്ങിച്ചില്ല, നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കടുക് ഇടുക, കറിവേപ്പില ഇടുക, പിന്നെ അത് ഇതായതിനു ശേഷം നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞതും ഒരു പച്ചമുളക് കീറിയതും, പിന്നെ അതൊന്ന് വഴട്ടിയെടുക്കാൻ വേണ്ടി ലേശം പാകത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ഈ ചട്ടിയുടെ സൈഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഓവർ കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല ഉള്ളിയായിട്ട് അതൊന്ന് നല്ല വഴട്ടി നല്ല രീതിയിൽ നല്ല ബ്രൗൺ ഷെയ്ഡൊക്കെ. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് ചിക്കൻ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഈ ചിക്കനും കൂടി ഇതിലോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ ചോറിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ലേശം ചൂടുവെള്ളം, നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ എടുക്കുക. ഓക്കെ. തിളപ്പിച്ച വെള്ളം ജസ്റ്റ് ഒന്ന് കുഴമ്പ് പരുവാക്കാൻ വേണ്ടിയിട്ട് അതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് നോക്കിക്കോണം. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് ഇനി വേണ്ടി വരും മിക്കവാറും. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇടയ്ക്ക്. എന്നിട്ട് അത് പാകമാകുമ്പോൾ ചോറിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് കഴിക്കുക. അത്രയേ ഉള്ളൂ.